അതിൽ 2020 പട്ടികയിൽ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ വിനോദിനെ തൊട്ടിട്ടുള്ള വീടുകളുടെ നമ്പറാണ്. പക്ഷെ ഇതിരുന്നാലും ഈ പറഞ്ഞ 176 വിട്ടിട്ട് ഏകദേശം 800 ചില നമ്പർ വരുന്ന വോട്ടുകൾ 864 വോട്ടുകളുണ്ട്. ഈ സ്ഥലങ്ങൾ പല സ്ഥലത്തും ചെതറിക്കിടക്കുകയാണ്. ചിലത് ബൂത്തുകൾ മാറി വരെ കിടക്കുന്നുണ്ട്. അതായത് ഈ വോട്ട് ക്രമപ്രകാരമല്ല കോർപ്പറേഷൻ വോട്ടർ പട്ടികയിലുള്ളത്. കാരണം ആ വാർഡിൽ വോട്ട് വിനോദം ചെയ്തിട്ട്, കാരണം എറണാകുളത്ത് പോകാണ്ടായിട്ട് രാവിലെ വിളിച്ച് പെട്ടെന്ന് വന്ന് ചെയ്തു പോയതാണ് വിനോദം അന്ന് രാവിലെ തന്നെ. കാരണം ആ ബൂത്തിൽ വോട്ടിന്റെ എണ്ണം പരിമിതമായതിനെ കൊണ്ട് തിരക്ക് കുറവായിരുന്നു. അപ്പോൾ വിനോദം വന്ന് ചെയ്തിട്ടുണ്ട്. കാരണം മരുമകളെ വോട്ട് ചേർത്താൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ച സമയത്ത് മകൾ ഇവിടെ ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അതാണ് ഞാൻ ഇത്രയും ക്ലാരിറ്റി പറഞ്ഞത്. കാരണം വിനോദിനെ ഞാൻ തന്നെ സംസാരിച്ച സമയത്തും വിനോദ് എറണാകുളം പോകാനുള്ള ഒരു വ്യക്തമായി പറഞ്ഞു, എനിക്ക് എറണാകുളം പോകണം പെട്ടെന്ന് പറഞ്ഞത് കൊണ്ട് രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്ത് പോയി. ഇപ്പൊ താങ്കൾക്കാണെങ്കിൽ കുറച്ച് കൃത്യമായിട്ട് അറിയാൻ കഴിയുമല്ലോ. ഇതിനകത്ത് ഈ ക്രമ നമ്പറിൽ പറയുന്ന 171 നമ്പർ വോട്ട് എന്ന് പറയുന്നത് ബാലൻ നായരാണ്. അത് ഇദ്ദേഹത്തിന്റെ അയൽവാസിയാണ്. തൊട്ട് 2 വീട് അപ്പുറമാണ്. 2 വീട് അപ്പുറമാണ്. രാജൻ എന്ന് പറയുന്നത് രാജൻ ഒരു ഇപ്പുറത്തുള്ള വീടാണ്, കേക്കുമ്പളപ്പേട്ട തൊട്ടിട്ടുള്ള വീട്. തൊട്ടടുത്താണ്. ശ്രീലത എന്ന് പറയുന്നത് ആരാണ്? ശ്രീലത എന്ന് പറഞ്ഞ രാജന്റെ ഭാര്യയാണ്. ഈ ഓർഡർ പ്രകാരമുള്ള ഇവരെ മക്കളെ വോട്ടൊന്നും തൊട്ടെടുത്തില്ല. അത് വേറെ വേറെ ക്രമ നമ്പറിലാണ് വരുന്നത്. അതായത് ആ വാർഡിൽ വോട്ടില്ല. വിനോദൻ ആ വാർഡിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. പരിശോധിക്കുന്നുണ്ട്. അതെന്തായാലും എടുത്തിട്ട് DCC നേരത്തെ ഏൽപ്പിക്കുന്നതായിരിക്കും. അല്ല, ഞങ്ങൾക്ക് ഇന്നലെ കലക്ടർ ഉറപ്പ് തന്നിട്ടുണ്ട്. ഞങ്ങൾ കലക്ടർ നൽകിയ ഉറപ്പിൽ വിശ്വസിക്കുന്നു. ഇന്നലെ ഞങ്ങൾ പോയ പ്രതിനിധി സംഘത്തോടും MK രാഘവന്റെ ഫോണിലും ഈ നഗരത്തിൽ ജീവിക്കുന്ന ഒരാളുടെയും വോട്ട് നിഷേധിക്കില്ല എന്നും വോട്ട് നിഷേധിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അതിന് ആ അവകാശം ഉറപ്പാക്കുമെന്ന് ഞങ്ങൾക്ക് അദ്ദേഹം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ പൂർണ്ണ വിശ്വാസമാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിപ്പം EROവിന് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപേക്ഷയുമായി EROനെ കാണാൻ പോകുകയാണ്. ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അദ്ദേഹത്തിന് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ള നോക്കുക എന്നുള്ള പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. ഞാൻ ഒറ്റ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. 18 വയസ്സ് പൂർത്തിയായ കാലാകാലങ്ങളിൽ ഒരു നാട്ടിൽ ജീവിക്കുന്ന ആൾക്ക് വോട്ടവകാശം ഉണ്ടാവില്ല എന്ന് ഏതർത്ഥം ഞങ്ങൾ വിശ്വസിക്കണം? അങ്ങനെ വിശ്വാസമല്ല ഞാൻ പറഞ്ഞത്. അത് പരിശോധിക്കേണ്ട ഒരു ആവശ്യം കൂടി തോന്നിയില്ല. ഇതൊരു പാഠമാണ് ഞങ്ങൾക്ക്. ഒരു മിനിറ്റ്. വോട്ടർ പട്ടികയിൽ പേരെന്നുള്ളത് ആരുടെയും ഔദാര്യമല്ല, ഏതൊരാളുടെയും അവകാശമാണ്. ആ അവകാശം ഇവിടെ നിഷേധിക്കപ്പെടും എന്നുള്ള സ്വപ്നത്തെ പോലും ചിന്തിച്ചില്ല. ബട്ട് ഇറ്റ് ഇസ് എ ലെസൺ. പാഠമാണ്, സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.